1972 ഇറങ്ങിയ ബെൻ എന്ന ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ പാട്ട് ബെൻ ദി ടു ഓഫ് us നീഡ് ലുക്ക് നോ മോർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പാട്ട് ഒരു ബാലനും അവൻ്റെ സുഹൃത്തായ എലിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിലെ ഓരോ വരിയും വിശ്വാസത്തെയും സ്നേഹത്തെയും സ്നേഹിക്കപ്പെടാനുള്ള അമിതമായ ആഗ്രഹത്തെയും കുറിച്ച് പാടി വിലപിച്ചു പാട്ടുകാരൻ. യഥാർത്ഥ സൗഹൃദത്തിന് കടുത്ത ഏകാന്തതയെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന പ്രത്യാശ നൽകുന്നു ആ ഗാനം. സിനിമയ്ക്കായി എഴുതപ്പെട്ട ആ ഗാനം അത് പാടിയ അന്ന് 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗായകന്റെ ജീവിത കഥയായി മാറി. പിന്നെ അതിപ്രശസ്തനെങ്കിലും അടുത്ത സുഹൃത്തുക്കളില്ലാത്ത ഏകാന്തനായി തീർന്നു പിന്നീട് ഗായകൻ. പക്ഷേ ബെന്നിനെ പോലെ ഹൃദയത്തോടടുത്ത 2 സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഒന്ന് ഒരു ചിമ്പാൻസി, മറ്റൊന്ന് ഹോളിവുഡിന്റെ തന്നെ രാജ്ഞിയായിരുന്ന അതിപ്രശസ്ത നടി. അപൂർവമായ ആ സൗഹൃദങ്ങളുടെ കഥയാണെന്ന്. നമസ്കാരം, ഇതും കൂടിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പറഞ്ഞു വന്നത് മൈക്കിൾ ജാക്സൺ എന്ന അനശ്വര ഗായകനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പെറ്റായിരുന്ന ബബിൾസ് എന്ന ചിമ്പാൻസിയെക്കുറിച്ചും അയാളുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഹോളിവുഡിലെ പ്രശസ്ത നടി എലിസബത്ത് ടൈലറിനെ കുറിച്ചുമാണ്. ഇത് അവരുടെ സൗഹൃദത്തിൻ്റെ കഥയാണ്. ചെറുപ്രായത്തിൽ തന്നെ അതിപ്രശസ്തനായി തീർന്ന മൈക്കിളിൻ്റെ ബാല്യം കൂടുതൽ സമയം സ്റ്റേജുകളിലായിരുന്നു. മറ്റു കുട്ടികൾ മൈതാനങ്ങളിൽ കളിക്കുമ്പോൾ അവൻ മണിക്കൂറുകൾ കഠിനമായിട്ടുള്ള റിഹേഴ്സലുകളിലായിരുന്നു. മറ്റു കുട്ടികൾ കഥകൾ കേട്ട് ഉറങ്ങിയപ്പോൾ അവൻ ബാക്ക് സ്റ്റേജിലെ ഇരുണ്ട മുറികളിലെ സോഫകളിലോ ബെഞ്ചുകളിലോ മറ്റോ ഉറങ്ങിയായിരിക്കും. ബാല്യവും സൗഹൃദങ്ങളും നഷ്ടപ്പെട്ട ബാലപ്രതിഭ, ചൈൽഡ് പ്രോഡിജി, അതായിരുന്നു മൈക്കിൾ ജാക്സൺ. മൈക്കിളിന്റെ അച്ഛൻ ജോ ജാക്സൺ ഒരു ടാസ്ക് മാസ്റ്റർ ആയിരുന്നു. കഠിന ഹൃദയനും ചിലപ്പോൾ ക്രൂരനുമായ മനുഷ്യൻ. സ്വന്തം മക്കളുടെ മ്യൂസിക് ബാൻഡിന്റെ ദയാരഹിതനായ മാനേജർ മാത്രമായിരുന്നു അയാളെന്നായിരുന്നു എൻ്റെ വിചാരമെന്ന് മൈക്കിൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജാക്സൺ സഹോദരങ്ങൾ 9 പേരായിരുന്നു. 6 ആണും 3 പെണ്ണും. മൈക്കിൾ 7ാമൻ. ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കാൻ വെളിയിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ജോ ജാക്സണ്. മാത്രമല്ല, പിള്ളേരെല്ലാം അസാധ്യ പാട്ടുകാരും ഡാൻസുകാരും. അവരുടെ അമ്മ കാത്രിൻ ജാക്സൺ പക്ഷേ സൗമ്യയായ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള ഒരു പാവം സ്ത്രീയായിരുന്നു. മൈക്കിൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ ആഗ്രഹിച്ചു, ഒരു സാധാരണ കുട്ടിയെ പോലെ. കൂട്ടത്തിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞത്, അയാൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ബെൽറ്റ് എടുത്ത് അടിച്ച് ഞങ്ങളെ കീറിപ്പൊളിക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഒരു നോട്ടം മതിയായിരുന്നു ഭയപ്പെടുത്താൻ എന്നും കൂടി പറഞ്ഞു. പക്ഷെ അതെന്തായാലും ജോ ജാക്സന്റെ ആ കണിച്ചതയാണ് ജാക്സൺ കുടുംബത്തെ സൂപ്പർ സ്റ്റാറുകളാക്കിയത്. ജാക്സൺ 5 എന്ന ബാൻഡ് അക്കാലത്ത് ലോക പ്രശസ്തമായിരുന്നു. ഏകാന്തരായ സൂപ്പർ സ്റ്റാറുകൾ. പക്ഷേ സഹോദരങ്ങളിൽ ഏറ്റവും പ്രശസ്തനായത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു. ഏറ്റവും ഏകാന്തരം അയാൾ തന്നെയായിരുന്നു. മൈക്കിളിന്റെ മ്യൂസിക്കൽ കരിയറിനെ കുറിച്ചല്ല ഇനി പറയാൻ പോകുന്നത്. അയാളുടെ ഏകാന്തത മാറ്റാനെത്തിയ 2 സുഹൃത്തുക്കളെ കുറിച്ചാണ്. ആയിരത്തി 1988 മൈക്കിളിന്റെ ബാഡ് വേൾഡ് ടൂർ നടക്കുന്ന സമയത്താണ് എലിസബത്ത് ടൈലറും മൈക്കിൾ ജാക്സണും കൂടുതൽ അടുക്കുന്നത്. ഇതിനു മുമ്പ് ഹോളിവുഡിലെ പല ഈവൻസിലും അവർ കണ്ടിട്ടുണ്ടായിരുന്നു. കൺസേർട്ടിന് എത്തിയ അവര് സ്റ്റേജിലെ അത്ഭുതം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് അവർക്ക് കിട്ടിയ സീറ്റ് ക്യാമറകളും മറ്റു ഉപകരണങ്ങളും വെച്ചിരുന്നതിന്റെ കുറച്ച് പുറകിലായിരുന്നു. സ്റ്റേജ് ശരിയും കാണാനാകാതെ അവർ നിരാശയായി. വിഷമിച്ച് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരികെ പോകാൻ അവർ തീരുമാനിച്ചു. ഈ കാര്യം ആരോ പറഞ്ഞ് മൈക്കിൾ ബാക്ക് സ്റ്റേജിൽ അറിഞ്ഞു. ഏതെങ്കിലും ഒരു അസിസ്റ്റന്റിനെ അയക്കുന്നതിന് പകരം അയാൾ തന്നെ പുറത്തേക്ക് നടന്നു വന്നു. നിഷ്കളങ്കമായ ക്ഷമാപണത്തോടെ അവരെ സ്നേഹത്തോടെ കൈപിടിച്ച്
ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. എലിസബത്ത് ടൈലറിനെ മികച്ച കാഴ്ച ലഭിക്കുന്ന സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് മൈക്കിൾ പിന്നെ സ്റ്റേജിലോട്ട് മടങ്ങിപ്പോയത്. ആ ഹൃദയസ്പർശിയായ പ്രവൃത്തി എലിസബത്ത് ടൈലറിന്റെ മനസ്സിനെ ആഴത്തിൽ തൊട്ടു. അവിടെയാണ് അവരുടെ ആത്മബന്ധം ആരംഭിച്ചത്. എലിസബത്ത് ടൈലറും കുട്ടിക്കാലം മുതൽ തന്നെ അതിപ്രശസ്തയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അനേകം വിവാദങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ മൈക്കിൾ തന്നെ കാണുകയായിരുന്നു. എലിസബത്ത് ടൈലറിന് മൈക്കിളിനെക്കാളും 26 വയസ്സിന്റെ പ്രായക്കൂടുതലുണ്ടായിരുന്നു. കൂടുതൽ പറയാം, എലിസബത്ത് ടൈലർ 8 വിവാഹം കഴിച്ചു, മൈക്കിൾ 2 വിവാഹവും. അവരുടെ സൗഹൃദത്തിന്റെ ആഴം ഈ ബന്ധങ്ങളിൽ നിന്നും ഇല്ലാതെ പോയി. എലിസബത്ത് ടൈലർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹോളിവുഡ് ഇതിഹാസമായി മാറിയിരുന്നു. 2ാം ലോകമഹായുദ്ധ സമയത്ത് ലണ്ടനിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറി അവരുടെ ഫാമിലി. കുട്ടിക്കാലത്ത് തന്നെ തന്റെ സൗന്ദര്യ മികവില് സിനിമാ നിർമ്മാതാക്കളുടെ ശ്രദ്ധ നേടിയിരുന്നവർ. 1944 12ാം വയസ്സിൽ നാഷണൽ വെൽവെറ്റ് എന്ന സിനിമയിലൂടെ അവർ ഒരു വലിയ താരമായി. പിന്നീട് അവർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ നടിമാരിൽ ഒരാളായി വളർന്നു. എന്നിരുന്നാലും ചെറുപ്പത്തിൽ തന്നെ സ്റ്റുഡിയോ സിസ്റ്റത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ഓരോ നീക്കങ്ങളും പൊതുജനങ്ങളുടെ നിരന്തരമായ നിരീക്ഷണത്തിലായിരുന്നു. എലിസബത്ത് ടൈലറും മൈക്കിൾ ജാക്സണും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദം കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും ഉടലെടുത്താകണം. ഇരുവരും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി. സാധാരണ ജീവിതം നഷ്ടപ്പെട്ടു, ഏകാന്ത പഥികരായി. ഇരുവരും ബാല്യം നഷ്ടപ്പെട്ടവരായിരുന്നു. ഐ വാസ് എ വെറ്ററൻ ബിഫോർ ഐ വാസ് എ ടീനേജർ എന്നാണ് മൈക്കിൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എലിസബത്തിന്റെ കാര്യവും സമാനമായിരുന്നു. I didn't lead a normal childhood life. I was forced to work most of the time. My childhood was stolen. തന്റെ ബാല്യം മോഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്നാണ് തന്റെ ജീവിതത്തിനെ കുറിച്ച് എലിസബത്ത് പറഞ്ഞത്. ഈ തുല്യതയാകണം അവർക്കിടയിൽ അഗാധമായ ഒരു ബന്ധം സൃഷ്ടിച്ചത്. പ്രശസ്തിയുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും പൊതുജനങ്ങളുടെ കാഴ്ചകളിൽ നിന്നും ഒളിക്കാൻ ഒരു സങ്കേതമായതിരിക്കും ഇവർക്ക് ഈ ആത്മബന്ധം. ഒരിക്കൽ പോലും എലിസബത്ത് ടൈലർ മൈക്കിൾ ജാക്സനെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുന്ന മൈക്കിൾ ജാക്സന്റെ അവസാന കാലങ്ങളിലെ എല്ലാ വിവാദകാലത്തും അൺകണ്ടീഷണലായി മൈക്കിളിനെ പിന്തുണച്ചത് എലിസബത്ത് ടൈലർ മാത്രമായിരിക്കും. മൈക്കിൾ ജാക്സന്റെ പെറ്റ് ചിമ്പാൻസി ബബിൾസിലേക്ക് വരാം. മൈക്കിൾ ജാക്സണും ബബിൾസും തമ്മിലുള്ള ബന്ധം പ്രശസ്തവും അനന്യമായ ഒരു സൗഹൃദത്തിന്റെ സാക്ഷ്യപത്രവുമായിരുന്നു. 1983 ജനിച്ച ബബിൾസ് 1980കളുടെ മധ്യത്തിലാണ് ജാക്സന്റെ കയ്യിലേക്ക് എത്തിപ്പെടുന്നത്. ബബിൾസ് അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറി. നെതർലാൻഡ്സ് റാഞ്ചിൽ മൈക്കിളിന്റെ വീട്ടിൽ ജാക്സണോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു ബബിൾസ് ജാക്സന്റെ പൊതുജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായി മാറി. അദ്ദേഹത്തോടൊപ്പം മ്യൂസിക് വീഡിയോകളിലും ടൂറുകളിലും ബബിൾസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബബിൾസിൻ്റെതായുള്ള രീതിയിൽ മൂൺ വോക്ക് പോലും ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അവൻ. ബബിൾസ് ജാക്സന്റെ കിടപ്പുമുറിയിലെ തൊട്ടിലാണ് ഉറങ്ങിയിരുന്നത്. മൈക്കിളിന്റെ ബാത്റൂം ഉപയോഗിച്ചു. മൈക്കിളിന്റെ ഫ്രിഡ്ജിൽ നിന്നും ആഹാരമെടുത്ത് സ്വന്തമായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിക്കുമായിരുന്നു കക്ഷി. മൈക്കിളിന്റെ വീട്ടിലെ മറ്റാരെ പോലെയും ഒരു അംഗമായിരുന്നു ബബിൾസ്. അത്രയ്ക്ക് ദൃഢവും ഗാഠവുമായിരുന്നു അവർ തമ്മിലുള്ള സൗഹൃദം. മുൻവിധികളില്ലാത്ത ഒരു കൂട്ടുകാരന് വേണ്ടിയുള്ള ആഗ്രഹമാണ് ഈ സുഹൃത്ബന്ധത്തിന് പിന്നിലെ പ്രധാന കാരണം. കൗമാരത്തിൽ തന്നെ പ്രശസ്തിയുടെ ലോകത്തിലേക്ക് എത്തുകയും വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കുട്ടിക്കാലം ഉണ്ടാവുകയും ചെയ്തത് കാരണം മൈക്കിൾ ജാക്സന് മനുഷ്യരുമായി അടുത്തിടപഴകാൻ ബുദ്ധിമുട്ടായിരുന്നു. ബബിൾസിനെ ഒരു കുഞ്ഞായി ദത്തെടുത്ത അദ്ദേഹം അവനെ ഒരു കുട്ടിയെ പോലെ പരിപാലിക്കുകയും താൻ ആഗ്രഹിച്ച നിരുപാധികമായ സ്നേഹം ആ ബന്ധത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ബബിൾസ് നെതർലാൻഡിന്റെ നിഷ്കളങ്കതയുടെയും അതിലെ അസാധാരണ ലോകത്തിന്റെയും പ്രതീകമായി മാറുകയായിരുന്നു. കൂടുതൽ പറയാം, നെതർലാൻഡ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു തീം പാർക്ക് പോലെയാണ് ഒരുക്കിയിരുന്നത്. സൂവും മൂവി തിയേറ്ററും റൈഡുകളും എന്നു വേണ്ട കുട്ടികളുടെ തീം പാർക്കിന് വേണ്ട എല്ലാം അവിടെ ഉണ്ടായിരുന്നു.
അമേരിക്കയിൽ നിന്നും പുറത്തും നിന്നും ഉള്ള അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് നെതർലാൻഡിൽ എന്നും സ്വാഗതമായിരുന്നു. ബാല്യത്തിൽ നിന്നും ഒരിക്കലും വളരാൻ കഴിയാതിരുന്ന മൈക്കിൾ ജാക്സൺ തന്നിലെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആ വീടും തീം പാർക്കും. അത് മറ്റു കുട്ടികൾക്ക് വേണ്ടി കൂടി തുറന്നു കൊടുക്കാനുള്ള മഹാമനസ്സ് കാണിച്ചു എന്ന് മാത്രം. വീണ്ടും ബബിൾസിലേക്ക് തിരികെ വരാം. മൈക്കിൾ ജാക്സന്റെ ബബിൾസുമായിട്ടുള്ള സൗഹൃദം പക്ഷേ ശാശ്വതമായിരുന്നില്ല. ഒരു കാട്ടുമൃഗം എന്ന നിലയിൽ ബബിൾസ് വളർന്ന് വലുതാകുകയും ആക്രമണകാരിയാകുകയും ചെയ്തതോടെ ഒരു വളർത്തുമൃഗമായിട്ട് അവനെ വീട്ടിനുള്ളിൽ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ലാതായി. 1989 അവനെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി. തുടർന്ന് 2005 ഫ്ലോറിഡയിലെ സെന്റർ ഫോർ ഗ്രേറ്റ് ഏപ്സ് എന്ന സങ്കേതത്തിലേക്ക് അവനെ മാറ്റി പാർപ്പിച്ചു. മൈക്കിൾ ജാക്സന്റെ ഓർമ്മകളുമായി ബബിൾസ് ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്. ബബിൾസിന് ഇപ്പോൾ 42 വയസ്സോളം പ്രായമുണ്ടാകും. സെന്റർ ഫോർ ഗ്രേറ്റ് ഏപ്സ് എന്ന സാങ്ച്വറിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ബബിൾസിന്റെ ചിത്രങ്ങളും വിവരണങ്ങളുമുണ്ട്. എലിസബത്ത് ടൈലറും ബബിൾസ് എന്ന ചിമ്പാൻസിയും മൈക്കിളിനെ അൺകണ്ടീഷണലായി സ്നേഹിച്ചു. മൈക്കിൾ തിരിച്ചു. ഈ രണ്ട് ബന്ധങ്ങളും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിലായിരുന്നു എന്ന് മാത്രം. ഒന്ന് ഒരു മൃഗത്തിൻ്റെയും മനുഷ്യൻ്റെയും നിഷ്കളങ്കമായ കൂട്ടുകെട്ട്. മറ്റൊന്ന് രണ്ട് വലിയ ഇതിഹാസങ്ങളുടെ ആഴത്തിലുള്ള ബന്ധം. (2009) 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ വിടവാങ്ങുമ്പോൾ എലിസബത്ത് ടൈലറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു ഭാഗം കൂടിയാണ് ഇല്ലാതായത്. എൻ്റെ ജീവിതം ശൂന്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തത്ര വേദനയിലായിരുന്നു അവർ. ഞങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല എന്നവർ പറഞ്ഞു. സൗഹൃദങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കടുത്ത സൗഹൃദങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അവയിൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പ്രത്യാശയെന്ന് മൈക്കിൾ ജാക്സണും എലിസബത്ത് ടൈലറും ബബിൾസും കാട്ടിത്തന്നു. നമ്മുടെ മനസ്സുകളെ എന്നും സന്തോഷിപ്പിച്ച, ഇപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം കണ്ട ഏറ്റവും മികച്ചവരായിരുന്ന മൈക്കിൾ ജാക്സന്റെയും എലിസബത്ത് ടൈലറിൻ്റെയും ഓർമ്മകളുടെ മുന്നിൽ സ്നേഹത്തോടെ നിർത്തുന്നു. പുതിയ കഥകളുമായി വീണ്ടും കാണാം. അതുവരേക്കും വിടാം.